വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായ ബഹുമുഖ വീക്ഷണങ്ങളുള്ള സതീശൻ ടച്ച് നയപ്രഖ്യാപനമാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. വയോജന വകുപ്പ് രൂപീകരണവും കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും അടക്കം ജനപ്രിയ തീരുമാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിക്കും. ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 100 ദിന കർമ്മ പരിപാടിയാകും നയപ്രഖ്യാപനത്തിലെ ഹൈലൈറ്റ്. ഏതായാലും നാളെയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുന്നത്. ഒരു നേട്ടങ്ങളടക്കം ഉള്ള കാര്യങ്ങളെ അക്കമിട്ട് നിരത്തുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബഹുമുഖ വീക്ഷണമുള്ള ഒരു സതീശൻ ടച്ചുള്ള ഒരു നയപ്രഖ്യാപനമായിരിക്കും നാളെ ഉണ്ടാവുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വയോജന വകുപ്പ് രൂപീകരണവും അതുപോലെ തന്നെ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും അടക്കമുള്ള ജനപ്രിയ തീരുമാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിക്കും എന്ന പ്രതീക്ഷയിലാണുള്ളത്. ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 100 ദിവസത്തെ കർമ്മ പരിപാടിയാകും നയപ്രഖ്യാപനത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏതായാലും നാളെയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുന്നത്. ഈ സർക്കാരിന്റെ നേട്ടങ്ങളടക്കം അക്കമിട്ട് നിർത്തുന്നത് ആയ ഒരു നയപ്രഖ്യാപനമായിരിക്കും നാളെ ഉണ്ടാവുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഏറ്റവും ആദ്യത്തെ ഈ ഗ്യാരണ്ടികളിൽ അല്ലെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ആദ്യമായി തന്നെ വയോജന വകുപ്പ് രൂപീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ഈ ഒരു ഇത്തരത്തിലുള്ള ജനപ്രിയ തീരുമാനങ്ങളെല്ലാം ഈ ഒരു നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 100 ദിവസത്തെ കർമ്മ പരിപാടിയാകും ഈ നയപ്രഖ്യാപനത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏതായാലും നാളെയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം.